എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐസ്ക്രീം ബോക്സിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. മുമ്പ് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടുണ്ട് ഐസ്ക്രീം ബോക്സ് വെച്ചിട്ട്. അതൊരു ഡെക്കറേറ്റീവ് പീസായിരുന്നു. ഇന്ന് അതല്ല, നമ്മുടെ കിച്ചണിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാനൊക്കെ മാത്രമാണ് എപ്പോഴും ഈ ഐസ്ക്രീമിൻ്റെ ബോക്സുകൾ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കേടാകുമ്പോൾ കളയും. അപ്പോൾ അതിനല്ലാണ്ട് നമുക്ക് യൂസ്ഫുള്ളായ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇതുപോലുള്ള റിങ്ങുകളാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇത് നമ്മുടെ കർട്ടനൊക്കെ ഇപ്പോൾ റിങ് ഇട്ട് തയ്ക്കാറില്ലേ, ആ റിങ്ങാണ്. പഴയ കർട്ടൻ്റെ റിങ് ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ റിങ് ഇല്ലെങ്കിൽ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ കർട്ടനൊക്കെ തയ്ക്കുന്ന ഷോപ്പിൽ ചോദിച്ചാൽ 3-4 എണ്ണം നമുക്ക് നിസ്സാര വിലയ്ക്ക് വാങ്ങി എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ റിങ് ഇല്ലാണ്ടും ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ബോക്സിൻ്റെ മൂടി എടുത്തിട്ട് അതിൽ 4 റൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്. ഈ റിങ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ റിങ് ഈ മൂടിയുടെ ഉള്ളിലോട്ട് കടത്തി വയ്ക്കാവുന്ന രീതിയിലാണ് നമുക്ക് 4 റൗണ്ട് ഇതിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കത്തി ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ റിങ്ങുകൾ ഫുള്ളും നന്നായിട്ട് ഉറപ്പിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം ബോക്സിൻ്റെ സ്റ്റിക്കർ ആദ്യം കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡെക്കറേഷന് യൂസ് ചെയ്യുന്ന ടേപ്പുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് മോഡലാണ്. ഇത് തൊടുമ്പോൾ വെള്ളമൊന്നും നനയില്ല. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിൽ ഇത് വാങ്ങാം കേട്ടോ. ഒരെണ്ണത്തിന് വില 10 രൂപയൊക്കെ ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പിൽ ഇങ്ങനത്തെ ടേപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഒരു റിങ്ങിന് ഏകദേശം ഒരു 10 രൂപയ്ക്കാണ് വില വരുന്നത്. ഇത് ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു 4 പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെറുതാണിത്, കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഐസ്ക്രീം ബോക്സിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ആ ഒരു ഉയരത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ജ്യൂസിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളില്ലേ, അത് കട്ട് ചെയ്തെടുത്താലും മതി. അതാവുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പോൾ സ്പൂൺ, ഫോർക്ക്, കത്തി ഇതൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ തയ്യാറായി. ഒന്നുകിൽ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിൽ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ അത് ഇരിക്കുകയും ചെയ്യും. ഞാൻ ഉള്ളിൽ ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെക്കാതെ വെറുതെ സിമ്പിളായിട്ട് ഹോള് മാത്രം ഇട്ടിട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അത് ശരിക്കും ഇരിക്കുന്നില്ല, അതിങ്ങനെ ഊർന്ന് വീഴുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. അതിന് താഴെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുപ്പികൾ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.